കുരുക്ഷേത്ര യുദ്ധം കഴിഞ്ഞപ്പോൾ 100 കൗരവരെല്ലാം മരിച്ചു എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. പക്ഷേ ഒരു കൗരവൻ മാത്രം ജീവിച്ചു. അവൻ ആരായിരുന്നു? എന്തുകൊണ്ട് അവൻ രക്ഷപ്പെട്ടു? ധൃതരാഷ്ട്ര, അന്ധനായ കൗരവ രാജാവ്. അവന് 100 പുത്രന്മാരുണ്ടായിരുന്നു, ഒരു മകളും, ദുശ്ശല. ഗാന്ധാരി, തന്റെ അന്ധനായ ഭർത്താവിനോടുള്ള സ്നേഹം കൊണ്ട് കണ്ണുകൾ മൂടിക്കെട്ടി കാഴ്ചത്യാഗം ചെയ്ത സ്ത്രീ. അവരിൽ നിന്നാണ് 100 കൗരവർ ജനിച്ചത്. പക്ഷേ ധൃതരാഷ്ട്രർക്ക് മറ്റൊരു മകൻ കൂടെ ഉണ്ടായിരുന്നു. അത് ഗാന്ധാരിയിൽ നിന്നുമായിരുന്നില്ല. യുയുത്സു, ധൃതരാഷ്ട്രന്റെ മറ്റൊരു പുത്രൻ, ഗാന്ധാരിയുടെ ദാസിയായ സുഗുണയിൽ നിന്നും ജനിച്ചത്. അവൻ കൗരവനായിരുന്നു, പക്ഷെ അവന്റെ ഹൃദയം ധർമ്മത്തിന്റെ ഭാഗത്തായിരുന്നു. എന്താണോ ശരിയായത് അതാണ് ഞാൻ തിരഞ്ഞെടുക്കുക. യുദ്ധം തുടങ്ങാനിരിക്കെ കൃഷ്ണൻ ഒരു അവസരം നൽകി. ആർക്ക് വേണമെങ്കിലും ഇഷ്ടമുണ്ടെങ്കിൽ ഇപ്പോഴും പക്ഷം മാറാം. ആ സമയം മുഴുവൻ ലോകവും നോക്കി നിൽക്കെ യുയുത്സു മുന്നോട്ട് വന്നു. നീ ഞങ്ങളെ വഞ്ചിച്ചു. ധർമ്മം പാണ്ഡവരുടെ ഭാഗത്താണ്. ഞാൻ അവരോടൊപ്പം നിന്ന് പോരാടും. അവൻ കുടുംബത്തിനെതിരെ പോയില്ല, അവൻ അധർമ്മത്തിനെതിരെയാണ് പോയത്. 18 ദിവസത്തെ യുദ്ധം അവസാനിച്ചപ്പോൾ 100 കൗരവരും ഭൂമിയോട് വിട പറഞ്ഞു. പക്ഷേ ഒരു പേര് മാത്രം ശേഷിച്ചു, യുയുത്സു. പാണ്ഡവരുടെ ഭാഗത്തു നിന്ന് പോരാടിയതുകൊണ്ട് അവൻ ജീവിച്ചു. പിന്നീട് യുധിഷ്ഠിരൻ രാജ്യം ഭരിച്ചു. കലിയുഗ ആരംഭത്തിന് മുൻപ് പാണ്ഡവർ സ്വർഗത്തിലേക്ക് പോകുമ്പോൾ ഹസ്തിനപുരത്തിന്റെ ചുമതല ആർക്ക് നൽകി? യുയുത്സുവിന്. ഈ കഥ നമ്മെ പഠിപ്പിക്കുന്നത് ജന്മമല്ല, നമ്മുടെ തെരഞ്ഞെടുപ്പുകളാണ് നമ്മെ നിർവചിക്കുന്നത്. അധർമ്മത്തിന്റെ ഭാഗത്തു നിന്നാലും സത്യത്തിന് വേണ്ടി നിൽക്കാം. ഇനിയും ഇത്തരത്തിലുള്ള കഥകൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.